നാട്ടിലുള്ള ചെറിയ നദിയുടെ കരയ്ക്കടുത്ത് തുണി അലക്കുന്ന ആളുണ്ടായിരുന്നു. അവന്റെ പേര് രാമു. അവൻ തുണി നന്നായി അലക്കുന്നതിന് പകരം എന്ത് ചെയ്താലാണ് നാട്ടിലെ ജനങ്ങൾ അവരുടെ തുണി വീണ്ടും തരുമെന്ന് പുതിയതായി എന്തെങ്കിലും ചിന്തിച്ചു കൊണ്ടിരിക്കും. പക്ഷെ അവന്റെ വിവരമില്ലായ്മ കൊണ്ട് അവൻ ചെയ്യുന്ന സൂത്രങ്ങളിൽ വീണ്ടും തോറ്റുകൊണ്ടേയിരുന്നു. എല്ലാരും അവനെ വലിയ ആളെന്ന് വിചാരിക്കണമെന്ന് ചില സമയത്ത് നല്ല മണമുള്ള സെന്റ് ഉപയോഗിക്കും, അല്ലെങ്കിൽ പുതിയ തുണിയിടും. രാമു എല്ലാവരുടെയും വീട്ടിൽ ചെന്ന് അവരുടെ അഴുക്ക് വസ്ത്രങ്ങൾ വാങ്ങിക്കൊണ്ടിരിക്കും. രാമു അലക്കുകാരൻ വരുന്നു, രാമു അലക്കുകാരൻ വരുന്നു, വരൂ വരൂ, വേഗം നിങ്ങളുടെ തുണി എടുത്തു തരൂ, ഞാൻ നന്നായി അലക്കിത്തരും, തരൂ. മോനെ, അലക്കുകാരൻ വന്നിട്ടുണ്ട്. വീട്ടിൽ അഴുക്കുള്ള തുണിയുണ്ടെങ്കിൽ കൊടുക്ക്, അലക്കിത്തരും. ഇതാ അങ്കിൾ, അച്ഛൻ പറഞ്ഞു നന്നായി അലക്കി തരണമെന്ന്. കഴിഞ്ഞ തവണ അങ്കിൾ തുണി അലക്കിയില്ലേ, അതിൽ കുറച്ച് കറയുണ്ടായിരുന്നു. എവിടെ ഇരിക്കുന്നു കറ? എനിക്ക് കാഴ്ചയ്ക്ക് ഒരു കുഴപ്പവുമില്ല. എൻ്റെ കണ്ണാടി കണ്ടില്ലേ, പുതിയതാ, ഞാൻ ഇപ്പോൾ വാങ്ങിയതാ. നിന്നെക്കാൾ നല്ല കാഴ്ച എനിക്കുണ്ട്. ഒരുപക്ഷെ തുണിയിൽ കറയുണ്ടായിരുന്നെങ്കിൽ ഞാൻ തന്നെ അത് അലക്കി തരുമായിരുന്നു. രാമു ആ തുണിസഞ്ചി അവന്റെ കഴുതയുടെ മേൽ വെച്ച് വേറൊരു വീട്ടിൽ പോയി. അവിടെയും ചെന്ന് ഇതുപോലെ ഉറക്കെ വിളിച്ചു, അലക്കുകാരൻ വന്നിരിക്കുന്നു, തരൂ തരൂ, നിങ്ങളുടെ തുണികൾ തരൂ. രാമു അലക്കുകാരൻ വരുന്നു, നിങ്ങളുടെ തുണികൾ തരൂ. തുണി അലക്കാൻ തരൂ, വേഗം തരൂ. ഹോ, ഞാൻ എത്ര നേരമായി കാത്തിരിക്കുന്നു, നിങ്ങൾക്കൊന്നും ചെവി കേൾക്കില്ലേ? ഓ, അലറി അലറി എന്റെ തൊണ്ട പോയി. എന്നാൽ വീട്ടിലെ ആർക്കും എന്താ ചെവി കേൾക്കില്ലേ? എന്നാ തുണി ഇത്തവണ നന്നായി അലക്കണം കേട്ടോ. കഴിഞ്ഞ ആഴ്ച അലക്കാൻ വേണ്ടി ഞാൻ നിങ്ങൾക്കൊരു സാരി തന്നതാ, അത് ശരിക്കും അലക്കിയേ ഇല്ല. ആ സാരിയിൽ ഒരുപാട് കറകൾ ഉണ്ടായിരുന്നു, അറിയോ? ഓ, അങ്ങനെയായിരുന്നെങ്കിൽ നിങ്ങളുടെ തുണി നിങ്ങൾക്ക് തന്നെ അങ്ങ് അലക്കിക്കൂടെ? രാമു എല്ലാ തുണികളും എടുത്തുകൊണ്ട് തന്റെ കഴുതയും കൊണ്ട് നദിക്കരയിലേക്ക് ചെന്നു. പിന്നെ തുണികൾ അലക്കാൻ തുടങ്ങി. അവൻ വളരെ പെട്ടെന്ന് എല്ലാ തുണികളും അലക്കി. ഓ, ഇന്ന് ഒരുപാട് തുണി അലക്കിയത് കൊണ്ട് എനിക്ക് നല്ല ക്ഷീണമുണ്ട്. ഇനി 2 ദിവസത്തേക്ക് ഇനി ഒരു പണിയും ചെയ്യണ്ട. എവിടെയെങ്കിലും ഒന്ന് കറങ്ങാൻ പോകാം. രാമു ചുറ്റിക്കാണാനായി പട്ടണത്തിലേക്ക് ചെന്നു. പട്ടണത്തിൽ 2-3 ദിവസം താമസിച്ച് പിന്നെ നാട്ടിലേക്ക് തിരിച്ചെത്തി. ആഹാ, എന്ത് സന്തോഷം ഒന്ന് കറങ്ങിയത് കൊണ്ട്. ഇപ്പോൾ മനസ്സിന് എന്തൊരാശ്വാസം. ഓ, നല്ല ക്ഷീണമുണ്ട്. ഇനി കുറച്ച് ദിവസം കൂടി ഒന്ന് വിശ്രമിച്ചേക്കാം. രാമു അന്ന് ദിവസം മുഴുവനും ഉറങ്ങി. അടുത്ത ദിവസം രാവിലെ എഴുന്നേറ്റ് വീടിന് പുറത്തേക്ക് വന്ന് തന്റെ കഴുതയോട് ഇങ്ങനെ ചോദിച്ചു, ആ, എന്റെ കഴുതേ, നിനക്ക് സുഖമാണോ? ഞാൻ സുഖമായിരിക്കുന്നു മുതലാളി. 2-3 ദിവസമായല്ലോ താങ്കളെ ഇവിടെയൊക്കെ കണ്ടിട്ട്. ആ, ഞാനൊന്ന് സിറ്റിയിൽ കറങ്ങാൻ പോയതാ. എനിക്ക് ഒരുപാട് സന്തോഷം കിട്ടിയതിൽ. മുതലാളി, താങ്കൾ അലക്കിയിട്ട എല്ലാ തുണികളും അവിടെ വരണ്ട് കിടക്കുന്നു. അതുമാത്രമല്ലാതെ കുറച്ച് തുണികൾ കാറ്റടിച്ച് അവിടെയും ഇവിടെയും ഒക്കെ പറന്നുപോയി. എനിക്ക് തോന്നുന്നത് നമുക്ക് ജനങ്ങളുടെ തുണികളെല്ലാം തിരികെ കൊടുത്താലോ? അവരെല്ലാവരും നമ്മളോട് നല്ല ദേഷ്യത്തിലാണ്. ആഹാ, കൊടുക്കാം കൊടുക്കാം, പതുക്കെ കൊടുക്കാം. അവരുടെ കയ്യിലും എന്താ വേറെ തുണിയൊന്നുമില്ലേ? ഉറപ്പായും വേറെ തുണികൾ കാണും. ഇന്നൊരു ദിവസം കഴിയട്ടെ, നാളെ എല്ലാം നോക്കാം. ആ, ശരി മുതലാളി. രാമു അലക്കുകാരൻ വരുന്നു, നിങ്ങളുടെ തുണികളെല്ലാം എടുത്തോളൂ, വരൂ. നിങ്ങളുടെ അലക്കിയ തുണികൾ വന്ന് എടുത്തുകൊണ്ട് പോകൂ. അലക്കുകാരാ, താൻ എവിടെയായിരുന്നു? ഒരാഴ്ചയായി എന്റെ സ്കൂൾ യൂണിഫോം തന്റെ കയ്യിലാ ഉള്ളത്. അതുകൊണ്ട് ഞാൻ സ്കൂളിൽ ലീവ് എടുക്കേണ്ടി വന്നു. നിന്നോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട് എന്നെ അലക്കുകാരാ എന്ന് വിളിക്കരുതെന്ന്? മര്യാദയ്ക്ക് എന്നെ അങ്കിൾ എന്ന് വിളിച്ചോ. ഒരുപക്ഷെ യൂണിഫോം എൻ്റെ കയ്യിലായിരുന്നെങ്കിൽ നിനക്ക് വേറെ തുണിയിട്ടിട്ട് പോകരുതായിരുന്നു. സ്കൂളിൽ തുണി കാണിക്കാനാണോ പോകുന്നത്, അതോ പഠിക്കാനാണോ? രാമു അവരുടെ തുണിമൂട്ട താഴെയിട്ടുകൊണ്ട് അവിടെ നിന്ന് പുറപ്പെട്ടു പോയി. എന്തിനാ ഇത്ര ദേഷ്യപ്പെടുന്നത്? രാമു അലക്കുകാരൻ വന്നു, രാമു അലക്കുകാരൻ വരുന്നു, ഇങ്ങനെ നിങ്ങൾ തന്നെ കൂവിയിട്ട് പറയുന്നു ഇപ്പോൾ പറയരുതെന്ന്. ഇത്രയും മണ്ടത്തരം പറയുന്ന ഒരാളെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അടുത്ത വീട്ടിലും ചെന്ന് രാമു ഇതുപോലെ ഉറക്കെ വിളിച്ചു പറഞ്ഞു, നിങ്ങളുടെ അലക്കിയ തുണികൾ വന്ന് എടുത്തുകൊണ്ട് പോകൂ. ആഹാ ചേട്ടാ, ഇത്ര ദിവസം നിങ്ങൾ എവിടെയായിരുന്നു? ഞങ്ങളുടെ തുണിയെടുത്ത് ഒരാഴ്ചയായി. ഇത്തവണെങ്കിലും നന്നായി അലക്കിയോ ഇല്ലയോ? ആ, നോക്കൂ, ഞാൻ നന്നായി അലക്കിയിട്ടുണ്ട്. പിന്നെ എൻ്റെ പണവും തന്നേക്കൂ. രാമു വീട്ടിൽ വന്നതിന് ശേഷം അവന്റെ മനസ്സിലൊരു ചിന്ത വന്നുകൊണ്ടിരുന്നു. അടുത്ത വട്ടം മുതൽ തുണി അലക്കാനായി ഒരുപാട് പൈസ വാങ്ങണമെന്ന് ചിന്തിച്ചു.
രാമു അലക്കുകാരൻ വന്നിരിക്കുന്നു, രാമു അലക്കുകാരൻ വന്നിരിക്കുന്നു, നിങ്ങളുടെ തുണികൾ തരൂ. അവൻ ഒരുപാട് നേരം വിളിച്ചു, പക്ഷെ ആരും അവൻ അലക്കാൻ തുണി കൊടുത്തേയില്ല. ഇതിന്റെ കാരണം എന്തെന്നാൽ ആദ്യം അവൻ നന്നായി തുണി അലക്കില്ല. അങ്ങനെ അലക്കിയാലും ആ തുണി അവന്റെ കയ്യിൽ തന്നെ ഒരുപാട് ദിവസം വെക്കും. അതുകൊണ്ട് എല്ലാവർക്കും രാമുവിനോട് വളരെ ദേഷ്യമായിരുന്നു. അങ്ങനെ മെല്ലെ മെല്ലെ ദിവസങ്ങളും കടന്നു. പക്ഷേ രാമു തുണി അലക്കുന്നവനോട് ആരും തുണികൾ അലക്കാൻ കൊടുക്കുന്നതേയില്ല. അതുകൊണ്ട് അവന്റെ കയ്യിലുള്ള പൈസ എല്ലാം തീർന്നുകൊണ്ടിരുന്നു. ഇപ്പൊ അവൻ എന്ത് ചെയ്യണമെന്ന് അവന് മനസ്സിലായേയില്ല. അതുകൊണ്ട് അവൻ ആ കഴുതയോട് ഇങ്ങനെ പറഞ്ഞു, ഓ, എനിക്ക് തോന്നുന്നു ഇന്ന് വിഷന്ന് തന്നെ മരിക്കുമെന്ന്. ഇന്ന് ഒരുത്തനും തുണി അലക്കാനേ തന്നില്ല. മുതലാളി, ഇതിൽ എല്ലാ തെറ്റും താങ്കളുടെ പേരിലാണ്. അത് മറ്റൊന്നുമല്ല, താങ്കൾ ജനങ്ങളോട് മര്യാദയ്ക്കേ അല്ല സംസാരിക്കുന്നത്. പിന്നെ രണ്ടാമതായി അവരുടെ തുണികൾ നിങ്ങൾ നന്നായി കഴുകുന്നതേയില്ല. ജനങ്ങൾ നമുക്ക് തുണി അലക്കാൻ തരുന്നത് അവർക്ക് കഴുകാൻ അറിയാഞ്ഞിട്ടല്ല, അവർക്ക് അലക്കാൻ സമയമില്ലാത്തത് കൊണ്ടാണ് തരുന്നത്. അതുമല്ലാതെ അവർ നല്ല ശുദ്ധമായ തുണികൾ ഇടാനും ആഗ്രഹിക്കുന്നു. അയ്യോ, ഞാനിപ്പോൾ എന്ത് ചെയ്യും? താങ്കൾ ആദ്യം ഇവിടെ നിന്ന് പോയി എല്ലാവരോടും ഒന്ന് മാപ്പ് പറഞ്ഞേക്കൂ. രാമു എല്ലാവരുടെയും വീട്ടിൽ ചെന്ന് അവൻ എല്ലാവരോടും ക്ഷമ ചോദിച്ചു. പെങ്ങളെ, എന്നോട് ക്ഷമിക്കൂ. ഞാൻ അടുത്ത തവണ മുതൽ നിങ്ങളുടെ തുണിയിൽ ഒരു കറയും വരാതെ നോക്കിക്കോളാം. അതുമല്ലാതെ സമയത്തും തിരിച്ചു തരാം. ശരി ചേട്ടാ, പക്ഷെ ഇത്തവണ നിങ്ങൾ ആദ്യത്തെ പോലെ ചെയ്തു കഴിഞ്ഞാൽ അടുത്ത വട്ടം ഞാൻ നിങ്ങൾക്ക് അലക്കാൻ തുണി പോലും ഞാൻ തരില്ല. തുണി നന്നായി അലക്കണം. എന്റെ പിറന്നാളും വരാൻ പോകുന്നു. ഇത്തവണ ഞാൻ ഒരു തെറ്റിനുമുള്ള വഴി ഉണ്ടാക്കുകയേ ഇല്ല അനുജത്തി. രാമു അവരുടെ കയ്യിൽ നിന്ന് തുണി ചാക്ക് വാങ്ങി വേറെ വീട്ടിലേക്ക് പോയി. രാമു ആ പയ്യനോടും ക്ഷമ ചോദിച്ചു. എന്നോട് ക്ഷമിക്കട മോനെ. ഇനി മുതൽ നിന്റെ തുണി ഞാൻ 2 ദിവസത്തിനകം തന്നെ തിരിച്ചു തരാം. ശരി അങ്കിൾ, ഇതാ എന്റെ സ്കൂൾ ഡ്രസ്. നന്നായി അലക്കി തരൂ. അടുത്ത ആഴ്ച എന്റെ റിസൾട്ട് വരും. അതുകൊണ്ട് താങ്കൾ വൈകരുതേ. ശരി മോനെ. മുതലാളി, ഈ തുണിയിൽ നിന്നും ദുർഗന്ധം വരുന്നു. അതുകൊണ്ട് താങ്കൾ തുണി അലക്കിയതിനു ശേഷം നല്ല മണമുള്ള പൗഡർ ഇട്ട് കഴിഞ്ഞാൽ ഇതിന് നല്ല ഒരു സുഗന്ധം കിട്ടും. രാമു എല്ലാ തുണികളും കംഫർട്ടിൽ നനച്ചു വെച്ചു. അതുകൊണ്ട് അവൻ അലക്കിയ എല്ലാ തുണികളിൽ നിന്നും നല്ല നറുമണം വന്നു. ആ തുണികൾ ഉണങ്ങിയതിനു ശേഷം ആ തുണികൾ നന്നായി ഇസ്തിരിയിട്ടു. മുതലാളി, നമുക്ക് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം. ആ കൊച്ചു കുട്ടിയുടെ റിസൾട്ട് വരാൻ പോകുമല്ലേ. നമുക്ക് അവന്റെ തുണി മാത്രം അലക്കാതെ അവന്റെ റിസൾട്ടിന് വേണ്ടി ഒരു നല്ല എഴുത്ത് എഴുതി കൊടുത്താൽ അവനും അതൊരു സന്തോഷമാകില്ലേ. ഇനി ആ സ്ത്രീയുടെ പിറന്നാൾ വരികയല്ലേ. ആ പിറന്നാൾ ദിവസം നമ്മൾ എന്തെങ്കിലും ഒരു സമ്മാനം കൊടുത്താൽ അതിൽ അവർക്കും സന്തോഷം കിട്ടും. ആഹാ, ഇത് നല്ല ഒരു ഐഡിയ തന്നെയാണല്ലോ. രാമു ഒരു കടലാസിൽ ആ പയ്യൻ ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സാകണമെന്ന് ആശംസകൾ അറിയിച്ചു. പിന്നെ ആ കടലാസ് ആ പയ്യന്റെ തുണികൾക്കിടയിൽ വച്ചു. അതോടൊപ്പം ആ പയ്യന്റെ അടുത്ത വീട്ടിലുള്ള ലേഡിക്കും പിറന്നാൾ ആശംസകളും അറിയിച്ചു. ഇത്തവണ എല്ലാവരും സന്തോഷിച്ചു. എന്തെന്നാൽ എല്ലാ തുണികളും വൃത്തിയായും ഇരുന്നു. പിന്നെ നറുമണവും വന്നു. പിന്നെ എല്ലാ തുണികളോടൊപ്പം ഒരാശംസകളും ഉണ്ടായിരുന്നു. അതിൽ ഒരു ചിലർക്ക് നല്ല ആരോഗ്യത്തിനായി പ്രാർത്ഥിക്കുന്നു എന്ന് എഴുതിയിരുന്നു. മറ്റു ചിലവർക്ക് പിറന്നാൾ ആശംസകൾ എന്നും അവരുടെ നല്ല ഭാവിയെക്കുറിച്ചും ആശംസിച്ചിരുന്നു. എല്ലാവർക്കും രാമുവിന്റെ ഈ പുതിയ ശ്രമം വളരെ ഇഷ്ടപ്പെട്ടിരുന്നു. ഇപ്പൊ രാമുവിന്റെ കയ്യിൽ അലക്കാൻ എത്ര തുണികൾ വരുന്നെന്നോ. അവൻ ഒരാളെ കൊണ്ട് എല്ലാ തുണികളും അലക്കാൻ കഴിഞ്ഞിരുന്നില്ല. ചില നാളുകളിൽ തന്നെ രാമു ഒരു ലോണ്ടറി ഓപ്പൺ ചെയ്തു. പിന്നെ ആ കടയ്ക്ക് രാമു ലോണ്ടറി എന്ന് പേരും ഇട്ടു. ഇപ്പൊ അവൻ തുണി അലക്കേണ്ടതേ ഇല്ല. അതിനു പകരം ഒരു സ്ഥലത്തിരുന്ന് നല്ല നല്ല കാര്യം ചിന്തിച്ച് എല്ലാവർക്കും ആശംസകൾ എഴുതിക്കൊണ്ടേയിരുന്നു. പിന്നെ അന്നു മുതൽ രാമു ലോണ്ടറിയിൽ നിന്ന് വരുന്ന അവരുടെ തുണികൾക്ക് മാത്രമല്ലാതെ തന്നെ രാമു എഴുതുന്ന ആശംസകളെ കുറിച്ചും കാത്തുകൊണ്ടിരുന്നു.